ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. 23-ാം സങ്കീർത്തനം അറിയാത്തവരും വായിക്കാത്തവരും മനഃപ്പാഠമാക്കാത്തവരും വളരെ ചുരുക്കമാണ്. ക്രൈസ്തവരുടെ ഇടയിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ആദ്യമായി പഠിപ്പിക്കുന്ന വാക്യവും പോലും 23-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യങ്ങളാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുവരികയില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം മാത്രമല്ല, അത് ഇടയ സങ്കീർത്തനം എന്ന നിലയിലും വളരെ പ്രസിദ്ധമായ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതൽ, അതിനകത്ത് സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതി വച്ചിരിക്കുന്ന ഓരോ വാക്കുകളും ഏറെ അനുഗ്രഹീതവും ദൈവ സന്ദേശങ്ങൾ അടങ്ങിയ അനവധി വാക്യങ്ങളാണ് ആ സങ്കീർത്തനത്തിനകത്ത് എഴുതപ്പെട്ടിട്ടുള്ളത്. 23-ാം സങ്കീർത്തനത്തിനകത്തുനിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. വാസ്തവത്തിൽ എങ്ങനെയാണ് ഈ വാക്ക് ആ സങ്കീർത്തനത്തിനകത്ത് വന്നത് എന്ന് ചിന്തിച്ചാൽ, അനവധി ആളുകൾ അത് അഭിഷേകത്തെയും ദൈവസാന്നിധ്യത്തിന്റെ പകർച്ചയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇടയന്മാരുടെ ഒരു രീതി അനുസരിച്ച് ആ വാക്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇസ്രായേലിൽ സാധാരണ ഒരു ഇടയന് 100 ആടുകൾ കാണും. ഈ 100 ആടുകൾ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണല്ലോ. ആടുകൾക്ക് തന്നെ ആടുകളുടെ സ്വഭാവം അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഇവിടെ 100 ആടുകൾ ഉണ്ടെങ്കിൽ 100 സ്വഭാവങ്ങളാണ്. ആടുകൾ തമ്മിൽ വലിയ വഴക്കുണ്ടാവും, വലിയ പോരാട്ടം ഉണ്ടാവും. ആടുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. ഈ ആടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചില ആടുകളുടെ തല പൊട്ടും. അവരുടെ തല പൊട്ടിയിട്ട് ചെറിയ ചെറിയ മുറിവുകളുണ്ട്. ഈ മുറിവുകൾ ഉണ്ടായി കഴിയുമ്പോൾ ഈ ആട് വളരെ വേദനയോടെ നിലവിളിക്കും. അപ്പോൾ നിലവിളി കേൾക്കുന്ന ഇടയൻ ഓടിച്ചെന്ന് തൻ്റെ കയ്യിലെ ഒലിവെണ്ണ കൊണ്ട് ഈ ആടിനെ മടിയിൽ കിടത്തി തൻ്റെ കയ്യിലിരിക്കുന്ന എണ്ണ കൊണ്ട് അതിന്റെ തലയെ തടവി ആ മുറിവുകളെ ആശ്വസിപ്പിക്കും. ഇതൊരു ഇടയന്റെ ഒരു 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 കൃത്യനിർവഹണമാണ്. അതാണ് ആ സങ്കീർത്തനത്തിൽ എഴുതിയത്. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. പ്രിയരെ, ഇത് തന്നെയാണ് ഇന്നത്തെ ലോകത്തിലും നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന നല്ല ഇടയൻ ചെയ്യുന്നത്. അനവധിയായ പോർക്കളത്തിൽ ഞാനും നിങ്ങളും ശത്രുക്കളുടെ പ്രതിസന്ധികളുടെ ദണ്ഡനമേറ്റ് നീറുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, മാനസികമായും ശാരീരികമായും നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ശരീരവും തകർക്കപ്പെടുമ്പോൾ, വേദന കൊണ്ട് കൂട്ടു സഹോദരങ്ങൾ, കൂടെ പ്രാർത്ഥിച്ചവർ, ദൈവവിശ്വാസത്തിൽ ഇരിക്കുന്നവർ എന്ന് വേണ്ട സകലരും, അപ്പോസ്തലന്റെ വാക്കിൽ കടമെടുത്തു പറഞ്ഞാൽ കള്ള സഹോദരന്മാർ, സ്നേഹിതർ ഒക്കെ ഉണ്ടായ പോരാട്ടത്തിൽ തളരുമ്പോൾ, മുറിവുകൾ ഏൽക്കുമ്പോൾ, ആശ്വാസത്തിന്റെ തൈലവുമായി നമ്മുടെ അടുക്കൽ ഓടി വരുവാൻ നമുക്കൊരു നല്ല ഇടയനാണ്. ആ ഇടയൻ മറ്റാരുമല്ല, നസ്രയനായ യേശു ക്രിസ്തുവാണ്. പുറമേ ഒരു പക്ഷെ മുറിവുകളില്ലായിരിക്കും, എന്നാൽ എത്രയോ മുറിവേറ്റവരാണ് ദൈവവേലക്കാരായ ഞാനും നിങ്ങളും, അല്ല വിശ്വാസ സമൂഹം. എൻ്റെ പ്രിയരെ, ആരും അറിയാത്ത വേദനകൾ,
ആരും അറിയാത്ത നൊമ്പരങ്ങൾ, ആരും അറിയാത്ത അസ്വസ്ഥതകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന നല്ല ഇടയന്റെ കയ്യിൽ ഒരു ഔഷധക്കൂട്ടുണ്ട്. ഗിലെയാദിലെ നല്ല വൈദ്യനായിരുന്ന ക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവെന്ന അഭിഷേകം കൊണ്ട് നമ്മുടെ തലയെ അഭിഷേകത്താൽ നിറയ്ക്കും. നമ്മുടെ മുറിവുകളെ അവൻ കെട്ടും. ആരോടും പറയാൻ കഴിയാതെ ഭാരങ്ങൾ ചുമക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നമ്മുടെ മുറിവുകളെ കെട്ടുവാൻ, നമ്മുടെ മുറിവുകളെ ആശ്വസിപ്പിക്കുവാൻ ഒരു നല്ല ഇടയനുണ്ട്. ദാവീദ് പറയുന്നു, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ആമേൻ. നിങ്ങൾ നോക്ക്, ഇങ്ങനെ ഇടി കൊള്ളുന്ന സ്ഥിര ആടുകളുണ്ട്, ഇടിക്കാനും സ്ഥിരം ആടുകളുണ്ട്. ഇടികൊള്ളുന്ന ആടുകൾ എന്നും ഇടി കൊണ്ടോണ്ടേ ഇരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടിക്കുന്ന ആടിനല്ല, ഇടി കൊള്ളുന്ന ആടിനാണ് ഇടയന്റെ കയ്യിലെ അഭിഷേക തൈലം, അവന്റെ കയ്യിലെ എണ്ണ പകരപ്പെടുന്നത്. അതെ, ഇങ്ങോട്ട് ഇടിക്കട്ടെ, ഇങ്ങോട്ട് വാക്കുകൾ കൊണ്ട് പറയട്ടെ, ഇങ്ങനെ കുത്തട്ടെ, മുറിവേൽപ്പിക്കട്ടെ, തിരിച്ചു ചെയ്യാൻ നമ്മുടെ ഇടയൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ക്രിസ്തുവിൽ നാം ക്ഷമിക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയരെ, അവൻ നമ്മെ ബലപ്പെടുത്തും. അവന്റെ ഔഷധക്കൂട്ട് നമ്മെ ശക്തിപ്പെടുത്തും. അവൻ നമുക്ക് ആശ്വാസവും ആശ്രയവും ആയിരിക്കും. ഹല്ലേലൂയ. ഇസ്രായേലില് ഈ ആട്ടിടയന്മാരുടെ അവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ പണ്ടൊരു ചിന്തകൻ പറഞ്ഞതാണ്, മട്ടൺ സൂപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്ന് ചോദിക്കും, എനിക്കൊരു 3-4 ആടുകളെ വേണം. നിശ്ചയമായിട്ടും ഇടയൻ ചൂണ്ടിക്കാണിക്കുന്നത് ആ ആടുകളുടെ കൂട്ടത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന, ഇടിക്കുന്ന, ഈ വല്ലാത്ത പരുവക്കേടുള്ള ഈ ആടുകളെ പിടിച്ചു കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ, ഇടിക്കുന്ന ആളിന് അധികം നാളുകൾ ഇടിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇടി കൊള്ളുന്ന ആള് അവന്റെ അഭിഷേകത്തിന്റെ കരുത്താൽ വീണ്ടും ശക്തിപ്പെടും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് സ്നേഹത്തോട് പറയട്ടെ, വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, മാനസികമായി, ശാരീരികമായി നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ആരെങ്കിലും ദണ്ഡിപ്പിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ ക്ഷമിക്കുക, കാത്തിരിക്കുക. തക്ക സമയത്ത് അവന്റെ അഭിഷേക തൈലം എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. അഭിഷേകത്തിന്റെ തൈലം എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ്. അത് ഇടിക്കുന്നവർക്കും തല്ലുന്നവർക്കും അസൂയപ്പെടുന്നവർക്കും വാക്ക് പറയുന്നവരും ചീത്ത പറയുന്നവർക്കും ഉള്ളതല്ല. അത് ക്രിസ്തുവിന്റെ നാമം പ്രതി സകലതും സഹിക്കുകയും മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതലിനുള്ളതാണ്. ആമേൻ. അഭിഷേകത്തിന്റെ തൈലം. ആമേൻ. അത് ആവശ്യത്തോടെ, ആവേശത്തോടെ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. സ്വർഗ്ഗത്തിലെ ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.